ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിന്ന് സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് SCERT ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 53 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ന് നമ്മൾ അവിടുത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഫിഗറിനകത്തൊരു കാര്യം കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞേക്കുന്നത്: ദ നമ്പേഴ്സ് 1, 4, 8 ഓൺ എ ക്ലോക്ക്സ് ഫേസ് ആർ ജോയിൻ ടു മേക്ക് എ ട്രയാങ്കിൾ. Calculate the angles of this triangle. Second one, how many equilateral triangles can we make by joining the numbers on the clock's face? Okay, എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്കിനകത്ത് 1, 4, 8 ആ പോയിന്റ്സുകൾ അങ്ങ് ജോയിൻ ചെയ്തിരിക്കുകയാണ്. 1, 4, 8 എന്ന് പറയുന്ന പോയിന്റ്സുകൾ ജോയിൻ ചെയ്തപ്പോ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. ഓക്കെ, ഈ ട്രയാങ്കിളിലെ ആംഗിൾസ് കണ്ടുപിടിക്കാം. ഞാൻ ട്രയാങ്കിളിന് ഇപ്പോ ABC എന്ന് പേര് കൊടുത്തു. സെന്റർ ഞാൻ തൽക്കാലം O എന്ന് വിളിച്ചു. ഇപ്പൊ ക്ലോക്കിന്റെ നീഡിൽസ് ഇപ്പൊ എനിക്ക് ഞാൻ കാണിക്കുന്നില്ല തൽക്കാലം. നിങ്ങളുടെ ഫിഗറിനകത്ത് ഇത് കറക്റ്റ് എൻഡുമായിട്ട് യോജിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഈ രീതിയിൽ ഫിഗർ വരയ്ക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ. അല്ലെങ്കിലും നിങ്ങൾക്ക് ആ പോയിന്റ്സിനകത്തൂടെ വരച്ചാൽ കംപ്ലീറ്റ് സർക്കിൾ തന്നെ കിട്ടത്തുള്ളൂ, അതിനകത്ത് മാറ്റമൊന്നും വരത്തില്ല. അപ്പൊ നിങ്ങൾ ഫിഗർ ഇങ്ങനെ ഒന്ന് മാറ്റുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് കുറച്ചും കൂടെ കൺവിൻസിംഗ് ആയിട്ട് നിങ്ങൾക്ക് പറയുന്ന റൂൾസ് കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നോക്കുക. അപ്പം ഇതാണ് ഫിഗർ. ഈ ട്രയാങ്കിൾ ആംഗിൾസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന് മുൻപായിട്ട് നമുക്ക് ക്ലോക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ശരിക്കും ക്ലോക്കിലെ നമുക്കറിയാം ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആംഗിൾ. ഒരു ക്ലോക്കിനെ നമുക്ക് ശരിക്കും എത്ര ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 1 to 12 നമ്പേഴ്സ് ഉണ്ട്. എത്ര ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 12 എന്നാണെങ്കിൽ അതൊരു പരിധി വരെ ശരിയാണ്. ശരിക്കും ക്ലോക്കിനെ 60 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെ? 60 പാർട്സ് ആയിട്ട് ക്ലോക്കിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്നെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഓരോ മിനിറ്റിലും അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അത്രയും വേണ്ട. നമുക്ക് ഇവിടെ എല്ലാ നമ്പേഴ്സ് വെച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഡിവിഷൻ എത്ര നോക്കുക. നോക്കി എത്ര ഡിവിഷൻസ് വരുന്നുണ്ട്? 1, 2, 3 അപ് ടു 12 വരെ ഉണ്ട്. അപ്പൊ 12 ഡിവിഷൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഒരു ക്ലോക്കിലെ നമ്പേഴ്സ് ക്ലോക്കിനെ എത്ര ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ആംഗിളിനെയും ഇത് എത്ര ഡിവൈഡ് ചെയ്യും? 12 ആയിട്ട് ഡിവൈഡ് ചെയ്തില്ലയോ? അങ്ങനെയെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സിന് ഇടയ്ക്കുള്ള ആംഗിൾസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതല്ലേ, നമ്മൾ ഓരോന്നും ഇങ്ങനെ കണക്ട് ചെയ്താൽ ഇങ്ങനെ 12 ആംഗിൾസ് കിട്ടും, 12 സെക്ടേഴ്സ് കിട്ടും. അതിലെ ഒരു പാർട്ടിന്റെ ആംഗിള്, ഇങ്ങനെയുള്ള ഒരു പാർട്ടിന്റെ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മൊത്തം 12 പാർട്സ് ഉണ്ട്. ടോട്ടൽ ആംഗിൾ 360 ആണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, ആംഗിൾ ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഇൻ എ ക്ലോക്ക് ഇസ് ഇക്വൽ ടു എത്രയായിരിക്കും? 360 ഡിവൈഡ് ബൈ 12. ഓക്കെ ആണല്ലോ? 360 ഡിവൈഡ് ബൈ 12 ആയിരിക്കും. ആൻസർ നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സ് സെന്റർ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി. ഓക്കെ ആണോ? പിടികിടുന്നുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 1നും 2നും ഇടയ്ക്ക്, അതായത് ഈ ഒരു ആർക്ക് സെന്റർ ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി. 2നും 3ക്കും ഇടയ്ക്കുള്ള ആർക്ക് സെന്റർ ഉണ്ടാക്കുന്നത് 30 ഡിഗ്രി. 5നും 6നും ഇടയ്ക്കുള്ള ആർക്ക് സെന്റർ ഉണ്ടാക്കുന്നത് 30 ഡിഗ്രി. അല്ലെങ്കിൽ 9നും 10നും ഇടയ്ക്കുള്ള ആർക്ക് സെന്റർ ഉണ്ടാക്കുന്നത് 30 ഡിഗ്രി. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റിലേക്ക് വരാം. നമുക്ക് ഇതൊന്നും കണ്ടുപിടിക്കേണ്ടത് ABC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിലെ ആംഗിൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? ABC എന്ന് പറയുന്ന ആ ട്രയാങ്കിളിലെ ആംഗിൾസ്. ശരി, അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOB നമുക്ക് കണ്ടുപിടിച്ചൂടെ? ആംഗിൾ AOB എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം രണ്ട് കൺസിക്യൂട്ടീവ് നമ്പേഴ്സിന് ഇടയ്ക്കുള്ള ആംഗിൾ 30 ഡിഗ്രി. അപ്പം ഇവിടെ 30 വരും, വീണ്ടും ഒരു 30, വീണ്ടും ഒരു 30. അതല്ല ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ആംഗിൾ AOB എന്ന് പറയുന്നത് 3 into 30 ഡിഗ്രി. അതായത് 1നും 4നും ഇടയ്ക്കുള്ള ആ ഒരു ആർക്കിന്റെ ആംഗിൾ. അവിടെ 3 പാർട്സ്, 3 നമ്പറിന് ഇടയ്ക്കുള്ള 3 പാർട്സുകൾ ചേരുന്നുണ്ട്. അപ്പൊ ആ 3 പാർട്സിന് ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി കിട്ടും. കിട്ടത്തല്ലയോ? അതേപോലെ ആംഗിൾ BOC എത്രയായിരിക്കും? അവിടെ എത്ര പാർട്സ് ഉണ്ട്? 1, 2, 3, 4 പാർട്സ് അല്ലേ?
4 into 30 ഡിഗ്രി. ഒരു പാർട്ടിലെ ആംഗിൾ 30 ആണ്, അതുപോലെ 4 പാർട്സ് ഉണ്ട്. ദാറ്റ് ഈസ് 120 ഡിഗ്രി. ഇനി AOC കണ്ടുപിടിക്കാം, അല്ലാതെ വേണമെങ്കിലും ചെയ്യാം. AOC കണ്ടുപിടിക്കാം. ആംഗിൾ AOC. ആംഗിൾ AOC എന്ന് പറയുന്നത് എത്ര പാർട്സ് ഉണ്ട്? 1, 2, 3, 4, 5 പാർട്സ് ഉണ്ട്. 5 into 30 ഡിഗ്രി ഈക്വൽ ടു 150 ഡിഗ്രി. ടോട്ടൽ സമ്മ 360 കിട്ടേണ്ടതാണ്. നോക്കിയാൽ സംശയം ഉണ്ടെന്ന് ആഡ് ചെയ്ത് നോക്കുക. എത്ര കിട്ടും? ഇവിടെയാണെങ്കിൽ 150 90 കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? 240 കിട്ടും. 240 പ്ലസ് 120 360 കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം ഇതാണ് കണ്ടീഷൻ. അപ്പൊ നമുക്ക് കിട്ടി ആംഗിൾസ്. ഇത് ഏതൊക്കെയാ? ഇത് 90 ഡിഗ്രി, ഇതെന്ന് പറയുന്നത് 120 ഡിഗ്രി, ഇത് 150 ഡിഗ്രി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്ലോക്ക് എന്നുള്ളത് കളഞ്ഞിട്ട് ഒരു സർക്കിളായി ചിന്തിച്ച സർക്കിളിലെ AB എന്ന് പറയുന്ന ആർക്ക് സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ അല്ലേ 90 ഡിഗ്രി. അപ്പൊ ഇതിന്റെ ഹാഫ് ആയിരിക്കത്തില്ലയോ ആംഗിൾ C എന്ന് പറയുന്നത്? അല്ലെ, ആംഗിൾ C എന്ന് പറയുന്നത് ഈ AOB എന്ന് പറയുന്ന ആ സെന്റർ അല്ലെങ്കിൽ ആർക്ക് സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ, അതായത് AOB, അതിന്റെ ഹാഫ് ആയിരിക്കത്തില്ല ആംഗിൾ C. അപ്പൊ 90/2 ഈ ആംഗിൾ എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഇതാണെങ്കിലോ 120യുടെ ഹാഫ് ആയിരിക്കും ആംഗിൾ A. അപ്പൊ എത്രയായിരിക്കും? ഇവിടെ 60 ഡിഗ്രി വരും. അതേപോലെ 150യുടെ ഹാഫ് ആയിരിക്കും ആംഗിൾ B. ആംഗിൾ B എന്ന് പറയുന്നത് 150/2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 75 ഡിഗ്രി വരും. ഓക്കെ ആണല്ലോ? അപ്പം ഇൻ ട്രയാംഗിൾ ABC നമ്മള് ഫിഗറിന് തന്നിട്ടില്ല, നമ്മൾ കൊടുത്തതാണ്. ആംഗിൾ A എന്ന് പറയുന്നത് എന്തായിരിക്കും? ആംഗിൾ BOC/2 എന്ന് പറയുമ്പോൾ 120/2 which is equal to 60 ഡിഗ്രി. ആംഗിൾ A 60 ഡിഗ്രി. ആംഗിൾ B എന്ന് പറയുന്നതോ ആംഗിൾ AOC/2 ആണ്, equal to 150/2 which is equal to 75 ഡിഗ്രി. Then ആംഗിൾ C എന്ന് പറയുന്നത് ഏതായിരുന്നു? AOB/2 അല്ലെ? ആംഗിൾ AOB divided by 2 is equal to 90/2 equal to 45 ഡിഗ്രി. ഓക്കെ ആണല്ലോ? ഇതാണ് ആംഗിൾസ് വരുന്നത്. ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. എന്തായിരുന്നു? കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ. എളുപ്പമല്ലായിരുന്നോ? ഇതാണ്. അപ്പൊ ഇത്രയും നിങ്ങൾ ആലോചിക്കുക. എന്താ പറഞ്ഞത്? ക്ലോക്കിലെ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ്, അത് നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ക്ലോക്കിലെ കൺസിക്യൂട്ടീവ് ആയിട്ട് നമ്പേഴ്സിന് ഇടയ്ക്കുള്ള ആംഗിൾസ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇനി അടുത്തുള്ള 2 പോയിന്റ്സ് ആണെങ്കിലോ അത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് എത്ര പാർട്ട് ആകുന്നുണ്ട്? 5 പാർട്ട് ആകുന്നുണ്ട് അല്ലെ? ഇവിടെ ശരിക്കും 5 പാർട്ട് അല്ലെ? ഇവിടെ 1, 2, 3, 4, 5 അല്ലെ? 1, 2, 3, 4, 5 ഇങ്ങനെ 5 പാർട്സ്. നമ്മളത് 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെയല്ലേ പറഞ്ഞു വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ 12നും 1നും ഇടയ്ക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഡിഗ്രിയാ? അത് 30 ഡിഗ്രി. ആ 30യെ വീണ്ടും 5 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഓരോ പോയിന്റ്സ്. അപ്പൊ എത്രയായിരിക്കും? 30/5 എന്ന് പറഞ്ഞാൽ 6 ഡിഗ്രി. അപ്പോ ഒരു മിനിറ്റ്സ് സൂചി അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സൂചി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ജസ്റ്റ് ഒന്ന് മാറുമ്പോൾ ഒരു സെക്കൻഡ് മാറുമ്പോൾ അത് എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്? 6 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളതേ ഉള്ളൂ. നമുക്ക് അത്രയും കാര്യമായിട്ടൊന്നും വേണ്ട. നമ്പേഴ്സിന് ഇടയ്ക്കുള്ളതാണെങ്കിൽ 12ൽ നിന്ന് 1ലേക്ക് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 1ൽ നിന്ന് 2ലേക്ക് വരുമ്പോൾ എത്ര ഡിഗ്രി റൊട്ടേഷൻ നടക്കും? 30 ഡിഗ്രി. ഓക്കെ ആണല്ലോ? അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ സെൻട്രൽ ആംഗിളിന്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ഈ ട്രയാംഗിളിന്റെ ആംഗിൾസ് കണ്ടുപിടിച്ചു. പിടികിട്ടുന്നുണ്ടോ? ഓക്കെ, ഇതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. ഹൗ മെനി ഇക്വലാറ്റർ ട്രയാംഗിൾസ് ക്യാൻ വി മേക്ക് ബൈ ജോയിനിങ് ദ നമ്പേഴ്സ് ഓൺ ദ കോൺട്രീസ്? എത്ര ഇക്വലാറ്റർ ട്രയാംഗിൾസ് ഉണ്ടാക്കിയെടുക്കാം? ഇക്വലാറ്റർ ട്രയാംഗിൾസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ട്രയാംഗിളിലെ ആംഗിൾ 60 വരണ്ടേ? ഇക്വലാറ്റർ ട്രയാംഗിൾ ആണെങ്കിൽ ട്രയാംഗിളിലെ എല്ലാ ആംഗിൾസും 60 വരണം. എല്ലാ ആംഗിൾസും 60 വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഫോം ചെയ്യാൻ കാരണമായ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ അതിന്റെ ചോയ്സ് ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ എടുത്ത് 60 വന്നിട്ടുണ്ട്. അതെവിടെയായിരുന്നു? ഓക്കെ, ആംഗിൾ 60 വന്നു. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ്, അതായത് സെൻട്രൽ ആംഗിൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 120 ഡിഗ്രി വരണം. 120 ഡിഗ്രി സെൻട്രൽ ആംഗിൾ വരണമെങ്കിൽ എത്ര പാർട്സ് ചേരണം? എത്ര പാർട്സാ? 1, 2, 3, 4. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ട്രയാംഗിൾസിലെ നമ്പേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞേക്കുന്നത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ട്രയാംഗിൾസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ അവർ പറഞ്ഞേക്കുന്നത് ഹൗ മെനി ഇക്വലാറ്റർ ട്രയാംഗിൾസ് ബൈ ജോയിനിങ് ദ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്പേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിന്റെ പൊസിഷൻസ് ഒന്ന് മാറ്റി കൊടുത്താൽ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ട്രയാംഗിൾസ് ഉണ്ടാക്കാം. പക്ഷെ നമ്പേഴ്സ് തന്നെ വെർട്ടെക്സ് ആയിട്ട് വരണമെങ്കിൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്.
അത് എത്ര ട്രയാങ്കിൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ട് നമുക്ക് എത്ര ഇക്വലാറ്റർ ട്രയാങ്കിൾസ്, അപ്പൊ അതിന്റെ കൺസെപ്റ്റിലേക്ക് വരാൻ പോവാണ്. ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ് നമുക്ക് ഫോം ചെയ്യിപ്പിക്കേണ്ടതെങ്കിൽ നമുക്ക് ട്രയാങ്കിളിന്റെ ആംഗിൾ എത്ര വരണം? ട്രയാങ്കിളിന്റെ ആംഗിൾ 60 ഡിഗ്രി വരണം. ട്രയാങ്കിളിന്റെ ആംഗിൾ 60 ഡിഗ്രി വരണമെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്ര വരണം? 120 ഡിഗ്രി വരണം. സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി വരണമെങ്കിൽ അതിനിടയ്ക്കുള്ള നമ്പേഴ്സിന്റെ പാർട്സ് എത്ര വരണം? 4 പാർട്സ് വരണം. 4 പാർട്സ് ചേരുമ്പോഴാണ് 120 ഡിഗ്രി വരുന്നത്. അപ്പൊ ഇത്രയും നിങ്ങൾ അത് എഴുതി കാണിക്കണം. ഇനി നമുക്ക് ആ നമ്പേഴ്സ് നോക്കാം ഏതൊക്കെയാണ്. 1 എടുക്കുകയാണെന്നിരിക്കട്ടെ. 1 ആവുമ്പോ 1 2 3 4. അടുത്ത വരുന്ന നമ്പർ എന്ന് പറയുന്നത് 5 കണക്ട് ചെയ്യണം. ദെൻ അഗെയിൻ 1 2 3 4. അഗെയിൻ 9. 9 നിന്ന് വീണ്ടും 4 ആണ് നോക്കി. 1 2 3 4. ഓക്കെ, അപ്പൊ 3 പോയിന്റ്സ്. അപ്പൊ 1 5 9 കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടും. കാര്യം അതിനിടയ്ക്കുള്ള ഓരോ പാർട്സും 1 നും 5 നും ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 4 ആണ്. 5 to 9 ആണെങ്കിൽ 4 ആണ്. 9 to 1 വന്നപ്പോഴും എന്ത് തന്നെയാണ്? 4 ആണ്. 2 ആണെങ്കിൽ 2 ആണെങ്കിൽ അവിടുന്ന് 4 പാർട്സ് എടുക്കുന്നു. അപ്പം 1 2 3 4. അപ്പൊ അടുത്ത 6 വരും. അടുത്ത 6 നിന്ന് വീണ്ടും 4 പാർട്സ് എത്ര വരും? 10 വരും അല്ലെ? 10 നിന്ന് വീണ്ടും 4 പാർട്സ് എടുക്കുമ്പോൾ അത് 2 ലേക്ക് വരും. അടുത്ത 3 ആണെങ്കിലോ? 3 ആണെങ്കിൽ നമുക്ക് 3യിൽ നിന്ന് വീണ്ടും 7. അടുത്തത് 11. 4 ആണെങ്കിൽ 4 ഇവിടെ എന്ത് കിട്ടും? 8 12. ജസ്റ്റ് നമ്മൾ അടുത്തത് 5 ആണ് എടുക്കുന്നതെങ്കിൽ 5 9. അടുത്ത 13 അല്ല, പിന്നെ വീണ്ടും 1 ആണ് വരുന്നത്. ഇനി നമുക്കിനി എഴുതേണ്ട കാര്യമുണ്ടോ? കാര്യം ഇത് തന്നെ അല്ലേ ഇത് അല്ലെ? അടുത്ത നമ്മൾ 6 എടുത്തു കഴിഞ്ഞാൽ 6 10 2 എന്ന് വരും. 7 എടുത്താൽ 7 11 3 എന്ന് വരും. അപ്പൊ ഇനിയിപ്പോ അങ്ങോട്ട് എഴുതേണ്ട കാര്യമില്ല, ഇത്രേ വരത്തുള്ളൂ. അപ്പൊ ഈ കേസ് കൂടെ നമുക്ക് അങ്ങ് ഒഴിവാക്കാം. അപ്പം അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് എത്ര കേസസ് വരുന്നുണ്ട്? 4 കേസസ് വരുന്നുണ്ട്. ഇങ്ങനെ 4 ഡിഫറെന്റ് വേസിൽ നമുക്ക് ഇക്വലാറ്റർ ട്രയാങ്കിൾസ് വരയ്ക്കാൻ സാധിക്കും. പിടികിട്ടുന്നുണ്ടോ? അപ്പം ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇൻ ഈച്ച് പ്രോബ്ലം ബിലോ ഡ്രോ എ സർക്കിൾ ആൻഡ് എ കോഡ് ടു ഡിവൈഡ് ഇറ്റ് ഇൻ ടു 2 പാർട്സ് സച്ച് ദാറ്റ് ദ പാർട്സ് ആർ സ്പെസിഫൈഡ്. അല്ലെ? എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു സർക്കിള് വരയ്ക്കണം, ഒരു കോഡും വരയ്ക്കണം. ഒരു സർക്കിള് ജസ്റ്റ് ഒരു കോഡ് വരയ്ക്കണം. അപ്പൊ ഇത് 2 പാർട്ട് ആകുമല്ലോ. സച്ച് ദാറ്റ് ദ പാർട്സ് ആർ സ്പെസിഫൈഡ്. ആ പാർട്സ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതപ്പോ ഫസ്റ്റ് കേസ് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമുക്ക് വരയ്ക്കേണ്ട ഒരു സർക്കിളും വരയ്ക്കണം, ഒരു കോഡും വരയ്ക്കണം. ഇനി ആ കോഡ് എങ്ങനെങ്കിലും വരച്ചാൽ പറ്റത്തില്ല. ആ കോഡ് എങ്ങനെ വരയ്ക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഓൾ ആംഗിൾസ് ഓൺ 1 പാർട്ട് 80 ഡിഗ്രി. ഇങ്ങനെ വരയ്ക്കുമ്പോ അതിലെ ഒരു പാർട്ടിലെ ആംഗിൾസ് എല്ലാം 80 ഡിഗ്രി. ഒരു പാർട്ടിലെ ആംഗിൾസ് മീൻസ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ആ സെഗ്മെന്റിലെ ആംഗിൾസ് അല്ലെങ്കിൽ ആ ആർക്കിലെ ആംഗിൾസ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യും. ഇത് എത്ര ഇടണം? 80 ഡിഗ്രി. ഇത് 80 ഡിഗ്രി ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന എല്ലാം 80 ഡിഗ്രി ആണ് കിട്ടും. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വരച്ചു പോകാനേ ഉള്ളൂ. ഓക്കെ, 2 രീതിയിൽ ഞാനിത് പറയാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഇവിടെ നമുക്കറിയാം ഇത് 80 ഡിഗ്രി കിട്ടണം. അവൻ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് ഇങ്ങനെ ആയിരിക്കാം. ഇത് 80 ഡിഗ്രി വരണമെങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ എത്ര കിട്ടണം? 80യുടെ ചോയ്സ് ദാറ്റ് ഈസ് 160 ഡിഗ്രി കിട്ടണം. ആംഗിൾ ഇൻ 1 പാർട്ട് എന്ന് പറയുന്നത് എത്രയാ? ആംഗിൾ ഇൻ 1 പാർട്ട് എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. അപ്പൊ സെൻട്രൽ ആംഗിളോ? സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എന്ന് പറയുന്നത് ഇതിന്റെ ചോയ്സ് 160 ഡിഗ്രി. അപ്പൊ സെൻട്രൽ ആംഗിൾ 160 ഡിഗ്രി വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം ഈ പറഞ്ഞിരിക്കുന്ന ആംഗിൾ വരയ്ക്കും. അപ്പൊ നോക്കൂ അതെങ്ങനെയാ വരയ്ക്കുന്നത്. ആദ്യം ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഇവിടെ അത് ഡോട്ട് ലൈനിലോ അല്ലാതെയോ ഒക്കെ നിങ്ങൾക്ക് വരയ്ക്കാം. കോഡ് വരച്ചാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. ആ കോഡ് ഏതാന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോ എന്നിട്ടാണ് ഇവിടെ നിന്ന് 160 ഡിഗ്രിക്ക് ആംഗിൾ എടുക്കുന്നു. 160 ഡിഗ്രിക്ക് ആംഗിൾ എടുക്കുമ്പോൾ 160 ഡിഗ്രി ഇവിടെയാണ് വരുന്നത്. അത് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ആംഗിൾ 160 ഡിഗ്രിയാണ്. ഓക്കെ, എങ്കിൽ ഈ 2 എൻഡും കൂടെ നമ്മൾ കണക്ട് ചെയ്യുന്ന ആ കോഡായിരിക്കും നമ്മുടെ റിക്വയർഡ് കോഡ്. ഇത് ഞാൻ O എന്ന് കൊടുത്തു.
എന്നിട്ട് ഇത് എ, ഇത് ബി. എ ബി ഇസ് അവർ റിക്വയർഡ് കോഡ്. അതെങ്ങനെയാ? ആംഗിൾ എ ഒ ബി 160 ഡിഗ്രിയാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇനി ഈ പാർട്ടിലോട്ട് വരയ്ക്കുന്ന ഏത് ആംഗിൾ എടുത്താലും നിങ്ങൾ ഇവിടുത്തെ ഏത് പോയിന്റിലേക്ക് വരച്ചാലും ഇതിന്റെ ഹാഫ് ആയിരിക്കും. 160യുടെ ഹാഫ് എത്ര കിട്ടും? 80 ഡിഗ്രി കിട്ടും. അപ്പം ഇതാണ് എ ബി ഇസ് ദ റിക്വയർഡ് കോഡ് എന്നെഴുതുന്നത്. പക്ഷെ ഇത് ഈ ക്വസ്റ്റിന് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല. ശരിക്കും വെറുതെ അങ്ങ് വരച്ചാൽ മതി. വെറുതെ ഒരു 80 ഡിഗ്രി വരച്ച് കണക്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. അതിനും നമ്മൾ തിയറം പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളതാണ്ട് ഇത്രയും ഭാഗം ഞാൻ തൽക്കാലം നമ്മൾ ഒഴിവാക്കുകയാണ്. സെന്ററും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തുകയാണ്. നമുക്ക് എവിടെങ്കിലും നിങ്ങൾക്ക് ഈ സർക്കിളില് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു പോയിന്റില് ഒരു 80 ഡിഗ്രി വരയ്ക്കാം. ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. ഞാനിപ്പോ തൽക്കാലം ഒരു ലൈൻ ഇതാണ്ട് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. ഇതല്ല നമ്മുടെ കോഡ്. ഇത് വരച്ചു കഴിഞ്ഞാല് നമ്മുടെ കോഡ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കാണിക്കാം. നേരത്തെ ഉള്ളിടത്തും ആ മെത്തേഡ് എഴുതി കഴിഞ്ഞിട്ട് എ ബി ഇസ് ദ റിക്വയർഡ് കോഡ് എന്ന് എഴുതിക്കോണം. ഇവിടെ ഞാൻ 80 ഡിഗ്രി പ്രൊട്രാക്ടറിൽ അങ്ങ് എടുക്കാം. 80 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു, കണക്ട് ചെയ്യും. അപ്പം ഇത് 80 ഡിഗ്രി ആണ്. ഈ എൻഡും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാ എ ബി. ഇവിടെ എ ബി നമ്മുടെ റിക്വയർഡ് കോഡ് ആയിരിക്കും. കാര്യം എന്താ? ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഇനി ഈ പാർട്ടിലേക്ക് വരയ്ക്കുന്ന എല്ലാം 80 ഡിഗ്രി ആണ്. റീസൺ ഏതാ? ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്സ് ആർ ഈക്വൽ, അല്ലെങ്കിൽ ആംഗിൾസ് ഇൻ എ സെയിം ആർക്സ് ആർ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പ്രകാരം നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ആദ്യത്താണ് അവർ ഉദ്ദേശിക്കുന്നത്, അതായത് സെൻട്രൽ ആംഗിളിന്റെ കൺസെപ്റ്റ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പം അതാണ് കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അവര് അതിനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. പക്ഷെ നമുക്ക് അതിനെക്കാട്ടും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂ. ജസ്റ്റ് ഒരു ആംഗിൾ വരച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം ചെയ്തു പോകാം. ഓക്കെ, ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് 110 ഡിഗ്രി. അപ്പൊ എന്ത് ചെയ്യുക, ഇപ്പൊ ഈ 80 മാറിയിട്ട് അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, 110 ഡിഗ്രി വരയ്ക്കുക. 80 ഡിഗ്രി എന്നുള്ളതവിടെ മാറ്റിയിട്ട് ഇതേ സംഭവം തന്നെയാണെന്നിരിക്കട്ടെ, ഇതേ ലൈനിൽ തന്നെ നമുക്ക് ഈ മെത്തേഡാണ് ചെയ്യുന്നതെങ്കിൽ 80ക്ക് പകരം അവിടെ എന്താക്കുക, ഒരു ലൈൻ വരയ്ക്കുന്നു, 110 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. അല്ലെ? ഈ ആംഗിള് 110 ഡിഗ്രി ആണ്. 110 ഡിഗ്രി ആവുമ്പോൾ ഇവിടെ എ കൊടുക്കുകയാണെങ്കിൽ എ ബി ഇസ് ദ റിക്വയർഡ് കോഡ്. കാര്യം ഇത് 110 ആണെങ്കിൽ ഇതിനകത്ത് എല്ലാ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ 80 ഡിഗ്രി തന്നെ വരും. ഓക്കെ, അടുത്തത് നമ്മള് 110 ഡിഗ്രി ഇങ്ങനെയല്ല വരയ്ക്കുന്നത്. നമ്മള് എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം പറഞ്ഞ രീതിയിലാണ് വരയ്ക്കുന്നെങ്കിലോ. അപ്പൊ 110ന്റെ ടോയ്സ് എടുക്കാം. 110ന്റെ ടോയ്സ് എന്ന് പറയുമ്പോൾ 220 വരും അല്ലെ. 2 × 110 എന്ന് പറയുമ്പോൾ 220 ഡിഗ്രി. ഈ 220 ഡിഗ്രി നമുക്ക് പ്രൊട്രാക്ടറിൽ എടുക്കാന്ന് വെച്ചാൽ പോസിബിൾ അല്ല. അപ്പൊ അതിന് പകരം എന്ത് ചെയ്താൽ മതി, ഇപ്പം ഇവിടെ നമുക്ക് 220 ഡിഗ്രി ആംഗിൾ എടുക്കേണ്ടത്. അപ്പൊ അത് നമുക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ 360 - 220 അങ്ങ് ചെയ്യാം. 360 - 220 എന്ന് പറയുമ്പോൾ എത്രയാ, എത്ര കിട്ടും? 140 ഡിഗ്രി. ഈ 140 ഡിഗ്രി നമുക്ക് എന്തെടുക്കാൻ പറ്റും, പ്രൊട്രാക്ടറിൽ എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും എന്ത് ചെയ്യാ, ഒരു 140 ഡിഗ്രി വരയ്ക്കുക. അപ്പൊ ഇത് 140 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, 220 ആയിരിക്കത്തില്ലയോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് 220 ആണെങ്കിൽ ഇവിടെ വരയ്ക്കുന്ന എല്ലാ ആംഗിൾസും ഇതിന്റെ ഹാഫ് എത്ര കിട്ടും, 110 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. 220 എടുക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ 360 എന്നുള്ള ഡിഫറൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം. മെത്തേഡ്സ് ആവശ്യം പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് ചൂസ് ചെയ്യും. അതിന്റെ തേർഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, ഓൾ ആംഗിൾസ് ഓഫ് വൺ പാർട്ട് ഹാഫ് ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് ദി അതർ. അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? എന്ന് വെച്ചാൽ വൺ പാർട്ടിലെ ആംഗിൾസ് അതെന്ന് പറയുന്നത് അടുത്ത പാർട്ടിലെ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് നമ്മളെ എല്ലാ കേസിലും നമ്മളൊരു കോഡ് വരയ്ക്കണം. ഒരു കോഡ് വരയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പൊ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 4 ക്വസ്റ്റ്യനകത്ത് നമ്മൾ കോഡ് വരച്ചതിനെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അവിടെ അങ്ങനെ വരയ്ക്കുമ്പോ
ഒരു പാർട്ടിലെ ആംഗിൾ ആൻഡ് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇത് x/2 ആയിരിക്കണം. പക്ഷെ നമ്മൾ ഈ x/2 എക്സ് എടുത്തിട്ട് x/2 എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് തിരിച്ച് ചിന്തിക്കാൻ നല്ലത്. ഇപ്പൊ ഇതിന്റെ പകുതിയാണ് ഇതെങ്കിൽ തിരിച്ച് ഇവിടുത്തെ ഇരട്ടിയല്ലേ ഇത്. കാരണം ഇതിപ്പോ ഒരു 100 വരുവാണെങ്കിൽ ഇത് 50 ആണ് അല്ലെ. തിരിച്ചാണെങ്കിൽ 50യുടെ ചോയ്സ് അല്ലേ 100. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് ഈ ആംഗിളിനെ എക്സ് നിരക്കായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ എത്രയായിരിക്കും 2x. അങ്ങനെ ചിന്തിച്ചൂടെ? 2xന്റെ ഹാഫ് അല്ലേ എക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ എടുത്തു വെച്ചാൽ ഫ്രാക്ഷൻ അങ്ങ് ഒഴിവാക്കാനാണ്. ഫ്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാൽക്കുലേഷൻ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് വരും. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെ നമ്മൾ എടുത്തു. ഇപ്പൊ ഒരു പാർട്ടിലെ ആംഗിൾ എക്സ് ആണെങ്കിൽ അടുത്ത പാർട്ടിലെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും 2x. അപ്പൊ അങ്ങനെ എടുക്കും ആംഗിൾ ഇൻ വൺ പാർട്ട് equal to x. Let angle in one part എന്ന് പറയുന്നത് x. Therefore angle in other part right 2x. നോക്കി, ഇത് ഓൾട്ടർനേറ്റ് ആർക്കുകളിലെ ആംഗിൾസ് അല്ലേ. ആംഗിൾസ് ഇൻ ഓൾട്ടർനേറ്റ് ആർക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുവാ? സപ്ലിമെന്ററി. അപ്പൊ x പ്ലസ് 2x ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പൊ 3x ഈക്വൽ ടു 180 ഡിഗ്രി. Then x is equal to 180 by 3 is equal to 60 degree. അപ്പൊ x ന്റെ വാല്യൂ എത്ര കിട്ടും? 60 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. x 60 ആണെങ്കിൽ ഇതിന്റെ ചോയ്സ് ഇത് അടുത്തത് എത്ര കിട്ടും? 2x കിട്ടും അല്ലെ. അപ്പം ആംഗിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെ വരുന്നേ? 60യും അതുപോലെ 120യും വീതം വരും. ഒരു പാർട്ടിലെ ആംഗിൾ 60, ഒരു പാർട്ടിലെ ആംഗിൾ 120. 60 ഡിഗ്രി 120 ഡിഗ്രി വരയ്ക്കാം. നമ്മളിപ്പോ വരച്ച രീതിയിൽ അത്രേ ഉള്ളൂ. 60 ഒന്നെങ്കിൽ സെന്റർ ആംഗിൾ 120 എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അല്ലാതെ വെറുതെ 60 വരച്ച് ചെയ്യാം. അപ്പൊ നമ്മള് തൊട്ട് മുമ്പത്തെ കേസ് നമ്മൾ വെറുതെ വരച്ചാൽ നമുക്ക് അടുത്ത് വീണ്ടും സെന്റർ ആംഗിൾ എടുത്ത് ഒന്നുകൂടെ നോക്കാം. സെന്റർ ആംഗിൾ അപ്പം 60 വെച്ചിട്ടാണ് പറയുന്നത്. 60 ആണ് ആംഗിൾ എങ്കിൽ സെന്റർ ആംഗിൾ 120. അല്ലാതെ ഈ 120 അല്ലേ ഉദ്ദേശിച്ചത്. സെന്റർ ആംഗിൾ 120 എടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം സർക്കിൾ വരയ്ക്കുന്നു, ഒരു റേഡിയസ് വരയ്ക്കുന്നു, എന്നിട്ട് നമുക്ക് സെൻട്രൽ ആംഗിൾ എത്ര കിട്ടണം? 120 ഡിഗ്രി വരണം അല്ലെ. സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി എടുക്കുക. സെൻട്രൽ ആംഗിൾ 120. സെൻട്രൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. സെൻട്രൽ ആംഗിൾ എത്ര കിട്ടി? 120 ഡിഗ്രി കിട്ടി. ഈ രണ്ട് എൻഡ്സും കൂടെ കണക്ട് ചെയ്യുന്ന ആ കോഡ് അതായിരിക്കും നമ്മുടെ റിക്വയർഡ് കോഡ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? എന്തുകൊണ്ടാണ് ഇത് റിക്വയർഡ്? എ ബി കൊടുത്താൽ എ ബി ഇസ് റിക്വയർഡ് കോഡ് എന്ന് എന്തുകൊണ്ട് എഴുതാൻ പറ്റിയത്? കാര്യം ഇത് 120 ആണെങ്കിൽ ഇതിലെ ഏത് പോയിന്റ്സിലേക്ക് കണക്ട് ചെയ്താലും നമുക്ക് എത്ര കിട്ടുന്നത്? 60 അല്ലെ. ഇതിലെ ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 60 ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിലെ ഒരു പോയിന്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇത് 60 ആണെങ്കിൽ ഇത് 120. കാര്യം എന്താ? സപ്ലിമെന്ററി അല്ല, ചോയ്സ് അല്ലേ ഉദ്ദേശിക്കുന്നത്. സപ്ലിമെന്ററി ആംഗിൾസ് വെച്ചിട്ട് ഇത്. അല്ലെങ്കിൽ നമ്മള് ഇത് 120 ആവുമ്പോ ഇത് എത്ര കിട്ടും? നമുക്ക് 240 എന്ന് കിട്ടും അല്ലെ. 240യുടെ ഹാഫ് ആയിരിക്കും ഇത്. 240യുടെ ഹാഫ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 120. അപ്പൊ അങ്ങനെ പല രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഓക്കെ, ഇതായിരുന്നു അടുത്തത്. ഇനി എന്താ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. ഓൾ ആംഗിൾസ് ഓഫ് വൺ പാർട്ട് ഈസ് 1.5 ടൈംസ് ഓഫ് ആംഗിൾസ് ഓഫ് ദി അതർ. ഒരു പാർട്ടിലെ ആംഗിൾസിന്റെ 1.5 ടൈംസ് ആയിരിക്കും അടുത്ത പാർട്ടിലെ ആംഗിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിലെ ആംഗിള് ഇത് നമ്മൾ കോഡ് വരയ്ക്കുമ്പോ ഒരു പാർട്ടിലെ ആംഗിള് എക്സ് എടുക്കുകയാണെന്നിരിക്കട്ടെ. അപ്പൊ അടുത്തത് ഇതിന്റെ 1.5 ടൈംസ് 1.5 എക്സ് ആയിരിക്കും. അപ്പോഴും ഇതിനെ കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര തന്നെ കിട്ടുന്നത്? 180 കിട്ടത്തുള്ളൂ. അപ്പം എക്സ് പ്ലസ് 1/2 എക്സ് എന്ന് പറയുന്നത് 180 ആയി. അപ്പൊ എക്സ് പ്ലസ് നമുക്ക് എത്ര കിട്ടും? 1/2 വെച്ചാൽ 3/2 അല്ലയോ. 3/2 എക്സ് എന്ന് പറയുന്നത് 180. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. 2x പ്ലസ് 3x/2 ഈക്വൽ ടു 180. Then 5x by 2 equal to 180. Then x is equal to 180 into 2 by 5 അല്ലെ. 180 into 2 എന്ന് പറയുമ്പോൾ 360 ആണ്. 360 by 5 എന്ന് പറയുമ്പോൾ
72 അല്ലെ, 72 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ, 72 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ഒരു പാർട്ടിൽ 72 വരണം. ഒരു പാർട്ടിൽ 72 വരണമെങ്കിൽ അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കുന്നത്? 72ന്റെ ചോയ്സ് എടുക്കണം. 72ന്റെ ചോയ്സ് എന്ന് പറയുമ്പോൾ എത്രയാ? 144 അല്ലെ. 144 ഡിഗ്രി സെൻട്രൽ ആംഗിൾ വരുന്ന രീതിയിൽ വരയ്ക്കുക. ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് 72 അങ്ങ് വരച്ചിട്ട് അതിന്റെ എൻസ് കണക്ട് ചെയ്താലും ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ സെൻട്രൽ ആംഗിളിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് നൽകി ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അവിടെ 72ന്റെ ചോയ്സ് ആയിട്ടുള്ള 144 നമ്മൾ വരയ്ക്കുന്നു. 144 ഡിഗ്രി വേണം നമ്മൾ അവിടെ വരയ്ക്കാം. 140, 144. ഓക്കെ, ഈ ആംഗിൾ എന്ന് പറയുന്നത് 144 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ. ഇത് 144 ആണെങ്കിൽ ഒന്നുകൂടെ ഇതിന്റെ എൻസ് കണക്ട് ചെയ്യാം. ഇതിന്റെ എൻസ് കണക്ട് ചെയ്യുന്നു. ഇപ്പൊ 144. അപ്പോ സ്വാഭാവികമായിട്ടും ഇതാണ് ഈ AB ആണ് നമ്മളുടെ റിക്വയർഡ് കോഡ്. ഇനി 144ന്റെ ഹാഫ് ആയിരിക്കും ഇവിടെ. അപ്പൊ ഇത് എത്ര കിട്ടുന്നേ? ആംഗിള് 72 ഡിഗ്രി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് 72 ആണെങ്കിൽ എത്ര കിട്ടും? 108 കിട്ടും. ഇങ്ങോട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 108 ഡിഗ്രി എന്ന് കിട്ടും. കറക്റ്റ് ആണോ? 72ന്റെ 1.5 ദാറ്റ് ഈസ് 72 into 3/2 ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ കിട്ടുമോ? 72ന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 36 ആണ്. 36ന്റെ 3 എന്ന് പറയുമ്പോൾ 8. ഓക്കെ, 10. 108 ഡിഗ്രി കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പം ഇതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ കൺസ്ട്രക്ഷന്റെ രീതികൾ പിടികിട്ടിയല്ലോ. അപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.